ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് വിതരണം നാളെ ആരംഭിക്കും. തിരുവനന്തപുരം പേരൂർക്കട ബാപ്പുജി ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ മന്ത്രി GR അനിൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വയനാട് ദുരന്തബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റ് ലഭിക്കും. ഉരുൾപൊട്ടം ദുരന്തം വിതച്ച മുണ്ടക്കൈ, ചുരൽമല, വിലങ്ങാട് മേഖലകളിൽ സ്തുത്യർക്ക സേവനം നടത്തിയ വനപാലകരെ നാളെ കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും. മന്ത്രി AK ശശീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ MLA തുടങ്ങിയവർ പങ്കെടുക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഇടപെടലിൽ കേരള പോലീസിന് കേന്ദ്ര അംഗീകാരം. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തോട് അനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളം നേട്ടം കൈവരിച്ചത്. മറ്റന്നാൾ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം ഏറ്റുവാങ്ങും. കേരളത്തിൽ അവയവം മാറ്റിവെക്കൽ പ്രക്രിയ ഫലപ്രദമാക്കാൻ ഉപദേശക സമിതി രൂപീകരിച്ച് വിജ്ഞാപനമിറക്കിയതായി മന്ത്രി വീണ ജോർജ്. അവയവമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉപദേശക സമിതി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മാർഗനിർദ്ദേശം നൽകും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് 2 വർഷ കാലാവധിയുള്ള സമിതിയുടെ അധ്യക്ഷൻ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കരാർ ജീവനക്കാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ജീവനക്കാരുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം. സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മുതലാണ് സമരം ആരംഭിച്ചത്. തിരുവനന്തപുരം നഗരത്തിലെ ജലവിതരണം പുനഃസ്ഥാപിക്കുന്നത് വൈകുന്നു. പൈപ്പ് ലൈനിലെ അലൈൻമെന്റ് എത്രയും വേഗം പരിഹരിക്കാൻ സാധിക്കുന്നതോടെ പമ്പിംഗ് ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ നടക്കുന്ന പ്രവേശന നടപടികൾക്ക് മാറ്റമില്ല. വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തിയ യുവാവിൽ എംപോക്സ് ലക്ഷണങ്ങൾ കണ്ടെത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. യുവാവ് നിരീക്ഷണത്തിൽ തുടരുകയാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രോഗബാധ സ്ഥിരീകരിക്കുന്നതിനായി സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സമ്പർക്ക പട്ടിക അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. രോഗബാധ തടയാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തിയ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളും സൌദി നാഷണൽ മ്യൂസിയവും സന്ദർശിച്ചു. കിങ് അബ്ദുൾ അസീസ് ഫൌണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ആർക്കൈവ്സും മുറബ കൊട്ടാരവും അദ്ദേഹം സന്ദർശിച്ചു. നാളെ നടക്കുന്ന പ്രഥമ ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ശ്രീ ജയശങ്കർ പങ്കെടുക്കും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അബുദാബി കിരീടാവകാശി ചർച്ച ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114ാം പതിപ്പാണ് ഇത്. പരിപാടിയിലേക്കുള്ള ജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന നമ്പറിലോ MyGov ഓപ്പൺ ഫോറത്തിലോ ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപകമായി നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 7 വിക്കറ്റ് ജയം. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 136 റൺസ് വിജയലക്ഷ്യം. 15 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ തൃശൂർ മറികടക്കുകയായിരുന്നു. 2024 പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് സമാപനം. 29 മെഡലുകൾ എന്ന ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനവുമായാണ് ഇന്ത്യൻ സംഘത്തിന്റെ മടക്കം. രാത്രി 11:30 സമാപന ചടങ്ങുകൾ. സ്വർണ്ണ മെഡൽ ജേതാവായ ഹർവീന്ദർ സിംഗ്, സ്പ്രിന്റർ പ്രീതി പാൽ എന്നിവർ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തും. ഏഷ്യാകപ്പ് ഹോക്കിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയ്ക്ക് ജയം. ആതിഥേയരായ ചൈനയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. നാളെ നടക്കുന്ന മത്സരത്തിൽ ജപ്പാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. US ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ലോക 1ാം നമ്പർ താരം യാനിക് സിന്നർ ടൈലർ ഫ്രിറ്റ്സുമായി ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസ് കിരീടം ബെലാറസ് താരം അരീന സബലങ്ക കരസ്ഥമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.